ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ്, ഇന്നിവിടുത്തെ ഷോറൂമിലെ ഒരു പുതിയ കാറൊക്കെ വന്നുട്ടാ. അത് പക്ഷേ പോലീസിൻ്റെ BMW കാറാ. പോലീസിൻ്റെ BMW. ഇവിടുത്തെ പോലീസുകാരെ ബൊളേറാണ് യൂസ് ചെയ്യണേ. ഇനി ചിലപ്പോൾ ഇവിടുത്തെ പോലീസുകാരെ BMW പൂവുണ്ടാവുക. ഞാൻ ആലോചിക്കണതേ ആ കാറ് പർച്ചേസ് ചെയ്താലോന്ന്. ആ കാർ ആക്ച്വലി പോലീസുകാർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. പക്ഷേ ഷോറൂമിലത്തെ മാനേജറില്ലേ, അതെനിക്ക് അറിയുന്ന ആളാ. അയാൾ ചിലപ്പോൾ എനിക്ക് ആ കാർ തരും. നമുക്കപ്പോൾ ഷോറൂമിൽ പോവാം. ഷോറൂമിൽ പോണേക്കാൾ മുമ്പേ നമുക്ക് ഡ്രസ്സൊന്ന് മാറാം. ഈ കോലത്തിൽ പോയാൽ ശരിയാവില്ലേ? ഞാനിവിടെ ഒരു ഷർട്ട് ഇട്ടു, ഒരു പാൻറ് ഇട്ടു. തൽക്കാലം ഇത്രയൊക്കെ മതി. ഇനിയിപ്പോൾ നമുക്ക് ഷോറൂമിൽ പോവാം. ഈ ഷിൻചാൻ എവിടെയാണാവോ? ഷിൻചാനെ ഇവിടെ കാണാനില്ല. അവൻ ചിലപ്പോൾ പുറത്തേക്ക് കറങ്ങാൻ പോയിണ്ടാവും. എന്തെങ്കിലും ആവട്ടെ, അവനിപ്പോൾ വരണമെന്ന് നിർബന്ധമില്ല. നമുക്ക് ഒറ്റയ്ക്ക് പോവാം. എൻ്റെ കയ്യിൽ പിന്നെ ഈ ഒരു മസിൽ കാർ ഉണ്ട്. ഞാനിവിടെ അടുക്കളയിലാണ് പാർക്ക് ചെയ്ത്. അല്ലെങ്കിൽ ആരെങ്കിലും അടിച്ചു മാറ്റേ. നമുക്കപ്പോൾ ഈ കാർ എടുത്തിട്ടെ നേരെ ഷോറൂമിലേക്ക് പോവാം. ആക്ച്വലി ഈ കാണുന്ന കാറില്ലേ, ഇതും നൈസാണ് കേട്ടാ. ഒരു രക്ഷയില്ല. ഈ കാറും അത്യാവശ്യം സ്പീഡിലൊക്കെ പോവും. ഓക്കെ, നമ്മളങ്ങനെ ഷോറൂമിൽ വന്നേക്കാ. ഈ കാർ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. ഇതുണ്ടില്ലേ, പുറത്ത് ഒരു ലംബോർഗിനി പാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ആരുടെ വണ്ടിയാണോ? നമുക്ക് പക്ഷേ ലംബോർഗിനി വേണ്ട. നമുക്ക് ഈ കാണുന്ന കാറാ വേണ്ടേ, പോലീസിൻ്റെ BMW. ഇതിൻ്റെ ലുക്ക് ഒരു രക്ഷയില്ല ചേട്ടാ. ഇത് 3 സീരീസ് ആണെന്ന് തോന്നുന്നുണ്ട്. ഹലോ ചേട്ടാ, അതെ ഈ കാണുന്ന പോലീസിൻ്റെ BMW ഇല്ലേ, അതെനിക്ക് പർച്ചേസ് ചെയ്യണം. എടാ ജാക്കേ, ആ കാറ് ആക്ച്വലി പോലീസുകാർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. സാധാരണ ആൾക്കാർക്ക് കൊടുക്കാറില്ലേ? നിനക്ക് വേണമെങ്കിൽ ആ കാർ തരാം. നീയേ ഒരു കാര്യം ചെയ്യ്, പുറത്ത് എൻ്റെ ലംബോർഗിനി കിടക്കുന്നുണ്ട്. നീ പോയിട്ടേ ആ കാറ് പെടായിട്ട് മോഡിഫൈ ചെയ്യ്. അന്നേരം നിനക്ക് ആ പോലീസിൻ്റെ കാറ് തരാം. ആണോ? എന്നാൽ ശരി, ഞാൻ നിങ്ങളുടെ കാറ് പെടായിട്ട് മോഡിഫൈ ചെയ്യാം. ഗൈസ്, അതെ അയാൾ പറയണതേ അയാൾക്ക് ഈ കാറ് പെടായിട്ട് മോഡിഫൈ ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ ആ പോലീസിൻ്റെ കാറ് തരാമെന്ന്. അതിപ്പോൾ കുഴപ്പമില്ല. നമുക്ക് ഈ ലംബോർഗിനി ഇല്ലേ, അത് പെടായിട്ട് മോഡിഫൈ ചെയ്യാം. ഇവിടെ പിന്നെ അടുത്ത് ഒരു ഷോറൂം ഉണ്ട്. ഷോറൂമല്ല, വർക്ക്ഷോപ്പ്. അത് പിന്നെ എൻ്റെ കൂട്ടുകാരൻ്റെ വർക്ക്ഷോപ്പാ, ബെന്നിയുടെ വർക്ക്ഷോപ്പ്. നമുക്കിനി അങ്ങോട്ടേക്ക് പോവാം, എന്നിട്ടത് മോഡിഫൈ ചെയ്യാം. ഓക്കെ, നമ്മളങ്ങനെ വർക്ക്ഷോപ്പിൽ വന്നേക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഈ വണ്ടി അകത്തേക്ക് കയറ്റാം, എന്നിട്ടത് പെടായിട്ട് മോഡിഫൈ ചെയ്യാം. ഇതിലിപ്പോൾ വണ്ടിയുടെ കളർ മാറ്റാം. കളറ് റെഡാക്കാം. ഗ്ലാസ് ടിൻ്റടിക്കാം, അതും റെഡാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വണ്ടിയുടെ അലോയ്സ് മാറ്റാം. അലോയ്സും റെഡ് കൊടുക്കാം. പിന്നെ സ്റ്റിക്കർ മുട്ടിക്കാം. ഫ്രണ്ടിൽ, സൈഡിൽ, ബാക്കിൽ എല്ലായിടത്തും നമുക്ക് സ്റ്റിക്കർ ഒട്ടിക്കാം. കിടന്നോട്ടെ. പിന്നെ ഇതിൽ എന്താ ചെയ്യണ്ടേ? ഇനിയിപ്പോൾ നൈട്രോ ഇല്ലേ, നൈട്രോ ഇൻസ്റ്റാൾ ചെയ്യുക. സ്മോക്കിൻ്റെ കളറ് റെഡ് കൊടുക്കുക. തൽക്കാലത്തേക്ക് ഇതൊക്കെ മതി. ഞാൻ പിന്നെ വീലിൻ്റെ സൈസൊന്നും കൂട്ടിയില്ല. അത് ചിലപ്പോൾ ബോറാവേ. അയ്യോ, ഇതിപ്പോൾ എന്താണ്ടായേ? അറിയാണ്ട് ഞാൻ കുറച്ച് ആൾക്കാരെ വണ്ടി ഇടിച്ചു കൊന്നു. എനിക്ക് പെട്ടെന്ന് കൺട്രോൾ കിട്ടിയില്ല. ഇതുണ്ടല്ലേ, എനിക്കിവിടെ 1 സ്റ്റാർ വാണ്ടഡ് ലെവൽ കിട്ടി. ഇനിയിപ്പോൾ പോലീസുകാരെ എന്നെ വെറുതെ വിടില്ല. അവന്മാരെ എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടായിടും. മുമ്പിലെ പോലീസിൻ്റെ ജീപ്പുണ്ട്. എൻ്റെ വണ്ടി പൊട്ടി ഇടിച്ചല്ലോ. അതെ, ആ പോലീസുകാരെ ഞാൻ വെറുതെ വിടില്ല. എൻ്റെ കയ്യിൽ പിന്നെ വെപ്പൺസ് ഇരിക്കുന്നുണ്ട്. ഇവന്മാരെങ്ങ് തീർത്തളയാം. എടാ ജാക്കേ, നീ 2-3 പേരെ വണ്ടി അടിച്ച് പോന്നൂല്ലേ? നിന്നെ ഞാൻ വെറുതെ വിടില്ല. നിന്നെ ഞാനേ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടിടും. ശരി, അത്രയ്ക്കായ? നിങ്ങളതിന് ജീവനോടെ ഉണ്ടായാലല്ലേ? ചാവങ്ങോട്ട്, ദേ കിടക്കണോടെ. ആ പോലീസിൻ്റെ വണ്ടിയൊക്കെ നമുക്ക് കത്തിച്ചളയാം. ഇനി അതിൻ്റെ ആവശ്യമില്ല. എന്തായാലും പോലീസുകാർ കുറച്ച് കഴിഞ്ഞാൽ BMW കാറും യൂസ് ചെയ്യണ്ടാവുക. ഇവരുടെ പഴയ കാറൊക്കെ കത്തിച്ചളയാം. ചാവടങ്ങോട്ട്, ചാവ്. ഒരൊറ്റണത്തിനും വെറുതെ വിടില്ല. ഇവർക്ക് പിന്നെ അറിയില്ല ഞാൻ ഈ സിറ്റിയിൽ വലിയൊരു ഗ്യാങ്സ്റ്ററാന്ന്. എല്ലാത്തിനും തീർത്തളയാം. ഓക്കെ, ഇവിടെ ഞാൻ എല്ലാത്തിനും തീർത്തളഞ്ഞു. ഒരാളിനും ബാക്കി വെച്ചില്ല. ഈ വണ്ടികളൊക്കെ നമുക്ക് കത്തിച്ചളയാം. ഇനിയിപ്പോൾ നമുക്ക് ഈ ലംബോർഗിനി എടുത്ത് നേരെ ഷോറൂമിലേക്ക് പോവാം. ഗൈസ്, അതിനു മുൻപേ ഈ വീഡിയോ ഇതൊരിക്കും ലൈക്ക് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യട്ടാ. അതുമാത്രമല്ല, ചാനൽ ഇതൊരിക്കും സബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. ഇനിയിപ്പോൾ മോഡൊക്കെ വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്താൽ മതി.
അതിൽ ഞാൻ മോഡിൻ്റെ ലിങ്കൊക്കെ ഷെയർ ചെയ്യാം. ഓക്കെ, നമ്മളങ്ങനെ വീണ്ടും ഷോറൂമിൽ വന്നേക്കാ. ഈ ലംബോർഗിനി ഇവിടെ പാർക്ക് ചെയ്യാം. അല്ല, ആ BMW കാർ എവിടെയാ? ഇവിടെ ഷോറൂമിൽ കാണാനില്ല. ഹലോ ചേട്ടാ, ചേട്ടൻ പറഞ്ഞ പോലെ ഞാൻ ആ ലംബോർഗിനി മോഡിഫൈ ചെയ്തു. ഇനി എനിക്ക് ആ BMW കാർ തന്നേക്ക്. എടാ ജാക്കേ, അതെ ചെറിയൊരു പ്രശ്നമുണ്ട്. ആ BMW കാറില്ലേ, അത് ടുങ് സാവറിൻ്റെ ഗ്യാങ് വന്ന് കൊണ്ടുപോയി. അവരിപ്പോൾ ജംഗിളിലുള്ള. എന്തുട്ട് ടുങ് സാവറിൻ്റെ ഗ്യാങ് വന്ന് കൊണ്ടുപോയേ? പിന്നെ എന്തിനാ എന്നോട് വണ്ടി മോഡിഫൈ ചെയ്യാൻ പറഞ്ഞേ? അതെ, എന്നാ പിടിച്ചോ, ചാവങ്ങോട്ട്. എന്നോട് വണ്ടി മോഡിഫൈ ചെയ്യാൻ പറഞ്ഞു, എന്നിട്ട് ആ ടുങ് സാവറിൻ്റെ ഗ്യാങ്ങിന് കൊടുത്തേക്കണ്. അവർ പക്ഷേ ജംഗിളിൽ ഉണ്ടെന്നാ പറഞ്ഞേ. നമുക്കപ്പോൾ നേരെ ജംഗിളിൽ പോവാം. ഇന്ന് ആ ടുങ് സാവറിൻ്റെ ഗ്യാങ്ങിനെ ഞാൻ വെറുതെ ഓടില്ല. ഓക്കെ, നമ്മളങ്ങനെ ജംഗിളിൽ വന്നേക്കാ. ഇവിടെ പിന്നെ ജംഗിളിലെ ഒരു വീടുണ്ട്. ഈ വീട്ടിലാവും ടുങ് സാവറിൻ്റെ ഗ്യാങ് നിൽക്കണ്ടാവാ. നമുക്കപ്പോൾ ഈ കാറ് ഇവിടെ പാർക്ക് ചെയ്യാം. എന്നിട്ട് ടുങ് സാവറിൻ്റെ ഗ്യാങ്ങിനെ തീർത്തളയാം. എടാ ടുങ് സാവറേ, പുറത്തേക്ക് വാടാ. എവിടെ പോട്ട് വിളിച്ചിരിക്കണേ? അത് ശരി, നിങ്ങൾ ഇവിടെ നിൽക്കണ്ടല്ലേ? അതെ, എവിടെ എൻ്റെ BMW കാറ്? ആ കാർ എനിക്ക് തന്നേക്ക്. BMW? ഏത് BMW? ഓ, മറ്റേ പോലീസിൻ്റെ കാറാ. അത് പിന്നെ നിനക്ക് തരാൻ സൗകര്യമില്ല. എന്തൊട്ട് തരാൻ സൗകര്യമില്ല എന്നാ പിന്നെ എൻ്റെ നിന്ന് തല്ലും കൊണ്ടേ അടങ്ങുള്ളൂ അല്ലേ? ഇപ്പം ശരിയാക്കരാം. ഒരു ഒറ്റണത്തിന് ഞാൻ വെറുതെ ഓടില്ല. ചാവ് അങ്ങോട്ട്, ചാവ്. ഓക്കെ, ഇവിടെ ഞാൻ എല്ലാത്തിനും അടിച്ചിട്ടു. ദേ കിടക്കണോ അവിടെ. എൻ്റെ കാർ എവിടെയാ? എൻ്റെ കാർ ഇത് എവിടെ ഇരിക്കുന്നുണ്ട് കേട്ടാ. ഇതാണ് പോലീസിൻ്റെ BMW. അവിടെ പിന്നെ കിങ് ഓഫ് ദ ഫോറസ്റ്റ് ഉണ്ട്. നമുക്ക് അവൻ്റെ മേത്തിക്ക് ഒരു RPG ഇടാം. ദേ കണ്ടില്ലേ, കിങ് ഓഫ് ദ ഫോറസ്റ്റ് കണ്ടം വഴി ഓടി. സിംഹം വരെ എൻ്റെ മുമ്പിൽ പേടിക്കും. അപ്പോഴല്ലേ ഈ ടുങ് സാവറ്. എന്നിട്ടായാലും നമുക്ക് ഈ കാറ് കിട്ടി, പോലീസിൻ്റെ കാറ്. ഇനിയിപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. അല്ലെങ്കിലും ഇവിടുത്തെ പോലീസുകാർക്ക് ഇങ്ങനത്തെ കാറൊന്നും വേണ്ട. അവരാ പേട്ട കാറ് ഓടിച്ചാൽ മതി, അതിന് നല്ലത്. ഈ BMW ഒന്നും അവർക്ക് വേണ്ട. എന്തെങ്കിലും ആവട്ടെ ഗൈസ്. അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ സബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചാനൽ സബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.